നെറ്റിലൊക്കെ സിനിമകൾ ഇങ്ങനെ വിജയിച്ചിങ്ങനെ പോയി, അപ്പോൾ താരങ്ങൾ അമിത പ്രതിഫലം വാങ്ങുന്നു, അത് നിയന്ത്രിക്കണം, ഇങ്ങനെയൊക്കെയാണ് നിർമ്മാതാക്കളുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വേണം. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സിനിമകൾ വിജയത്തിലേക്ക് നമുക്ക് നമ്മുടെ പ്രതിഫലം നമുക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട് അല്ലെ. നമ്മളൊരു സിനിമ വിജയിക്കുമ്പോഴാണ് എല്ലാവരുടെയും പ്രതിഫലം കൂട്ടുക. അപ്പൊ അതിനെതിരെയും ഇവർ ശബ്ദം ഉയർത്തുന്നു. ഒരു സിനിമ വിജയിച്ചാൽ ആ നടൻ വീണ്ടും പ്രതിഫലം കൂട്ടുന്നു, 1 കോടി മേടിക്കുന്ന ആൾ 2 കോടി മേടിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞു. അത് നിങ്ങളെപ്പോലെയുള്ള ഇപ്പോൾ വരുന്ന യുവ തലമുറയ്ക്ക് അത് ബാധകമാവുന്നുണ്ട്. അത്രയൊക്കെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ നെസ്ലിൻ എന്നൊരു ആക്ടർ, അത് ഗണപതി ഉൾപ്പെടെയുള്ളവർ പറയണ്ട കേട്ടോ, നിങ്ങൾ എല്ലാവരും പറയണ്ട, നിങ്ങളെല്ലാം നല്ല ആക്ട്രൈസ് ആണ്. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ ബാധിക്കുന്നുണ്ടോ? ലുക്കു പറയണം, നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? എന്നെ ഇതുവരെ ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഐ മീൻ എന്നെ ഞാൻ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ ഞാൻ പറയുന്ന പ്രതിഫലത്തിന് എന്നെ എടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്ട് ഓണായി വരുന്നുണ്ട്. അപ്പൊ എന്നോട് ഇതുവരെ ആരും അങ്ങനെ പ്രതിഫലം കുറയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ലുക്ക് തുടക്കം തൊട്ട് പറയേണ്ട എന്താ ചോദിച്ചത്? പ്രതിഫലത്തിന്റെ വിഷയം, നടന്മാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നു, അത് സിനിമയ്ക്ക് പരാജയം വരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ അതൊക്കെ സംസാരിക്കാൻ എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ പ്രതിഫലം കൂടുതൽ കറക്റ്റ് പൈസ അപ്പൊ അത് ഓക്കെയാണ്. അത് ഇതുവരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് അറിയില്ല എങ്ങനെ. അല്ല, ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുമ്പോ ഒരു വിഷയമാണല്ലോ ഒരു താരത്തിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. വാർത്തകൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയില്ല. നമുക്ക് അറിയുമ്പോഴല്ല അതിന്റെ അത്തരം സ്റ്റാർസ് ഒക്കെ വാങ്ങുമ്പോഴായിരിക്കും അറിയില്ല. ഇനി അങ്ങനെ ആവുമ്പോ ഞാൻ നോക്കാം. അപ്പൊ ഞാൻ ഉണ്ടാവുമല്ലോ പറയാൻ. പരാതികളുടെ കാര്യമുള്ളൂ. ഇല്ല, എനിക്ക് അങ്ങനത്തെ പരാതികളോ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. നമ്മളിപ്പോ എനിക്കറിയില്ല, അത്തരം മേഖലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമുക്ക് ഹാപ്പിയാണ് ഇപ്പം ഉണ്ടാവുന്ന പരിപാടികളോട്. നമുക്ക് അത്യാവശ്യം ചോദിക്കുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് ഇതിൽ ആളല്ല. അതുകൊണ്ട് ഗണപതി ഈ പടത്തിൽ തന്നെ മാസ് മൊമെന്റ്സ് 1-2 ഗണപതി ചുറ്റിപ്പറ്റിയാണ് ബോക്സിങ്ങിനകത്ത്. ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇപ്പൊ ഗലതൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവരെക്കാളൊക്കെ സീനിയറാണ്. ഇത്രയും കാലം ലോങ് ചെയ്യേണ്ട വന്ന ഒരു തിയേറ്റർ മൊമെന്റ്, ആളുകൾ കൈയടിച്ചിട്ട് ഒരു മാസ് മൊമെന്റ് കിട്ടാൻ അങ്ങനെ ഫീൽ ചെയ്തു പടം കണ്ടപ്പോ? ഉറപ്പായിട്ടും നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ഓരോ അവസരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എപ്പോഴാണ് ഒരു മാസ് കഥാപാത്രം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ചെയ്തതൊരു ഹ്യൂമർ ഇതാണ്, ഞാൻ കുറച്ച് സട്ടിലായിട്ട് കുറച്ചൊരു വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തത്. അപ്പം നമ്മൾ തിരിച്ചറിയാനും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് വിശ്വാസമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടാവുക. അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.